ജെയിംസ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഗുഡ് മോർണിംഗ് സ്മിത. ഹായ്. നമ്മൾ ഈ ഗ്യാസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്ധനക്ഷാമത്തിന്റെ കാര്യം പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകുമോ, ശമനം ഉണ്ടാകുമോ എന്നുള്ളതാ. പക്ഷെ ഒരു നിവൃത്തിയില്ല. ഇറാന്റെ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണമുണ്ട്. അമേരിക്കയും ഇസ്രായേലും അങ്ങനെ ഇറാനിൽ വ്യാപകമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെ സ്മിത? യഥാർത്ഥത്തില് അമേരിക്ക ഈ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ 2003 ഇറാഖ് യുദ്ധത്തിൽ സദാം ഹുസൈനെ 26 ദിവസം കൊണ്ട് വീഴ്ത്തിയതുപോലെ വലിയ അത്ഭുതം സംഭവിക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ കാര്യങ്ങളൊക്കെ തെറ്റിയിരിക്കുന്നു, കണക്കൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ സർവത്ര നാശം വിതച്ചു എന്നുള്ളത് ശരിയാണ്. 10,000-ലേറെ തവണ ആക്രമിച്ചു. പക്ഷേ ഇപ്പോൾ ഇറാന്റെ തിരിച്ചടി നടക്കുകയാണ്. അത് വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നു. അമേരിക്കയുടെ 4 യുദ്ധവിമാനങ്ങൾ, 2 വാണിജ്യ കപ്പലുകളൊക്കെ തകർത്തിരിക്കുന്നു ഇറാൻ മാത്രമല്ല 2 എണ്ണക്കപ്പലുകൾ തകർത്തത് ഇറാഖിലാണ്. ഇറാന്റെ പിന്തുണയുള്ള ഇറാഖി സായുധ സംഘം അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ഇറാന്റെ ആക്രമണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വലിയ രീതിയിൽ നീളുന്നു. ആകെയുള്ള ആശ്വാസം ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. US-ന്റെ ബേസുകൾ, എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, എണ്ണപ്പാടങ്ങൾ, എനർജി സെന്റേഴ്സ് ഒക്കെ വെച്ച്, അതുപോലെ പോർട്ടുകൾ, തുറമുഖം, അതുപോലെ തന്നെ എയർപോർട്ട്, കുവൈറ്റിലെ എയർപോർട്ടിന് നേരെ ആക്രമണമുണ്ടായി, കപ്പലുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. ഇതാണ് ഇപ്പോൾ ഇറാന്റെ തിരിച്ചടി വല്ലാതെ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ, ആയത്തുള്ള ഖമനായിയുടെ മകൻ വലിയ പ്രതികാരദാഹത്തിലാണ്. പിതാവിനെ കൊലപ്പെടുത്തിയവർക്കെതിരെ തിരിച്ചടിക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പം കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. പേടിപ്പിക്കാൻ വേണ്ടിയല്ല, ഒരു കാര്യത്തിലാകെയുള്ളത് വലിയ രീതിയിലുള്ള മരണസംഖ്യ കൂടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആകെയുള്ള ആശ്വാസം. പക്ഷേ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എണ്ണവില കൂടുന്നു. $100 അപ്പുറത്തേക്ക് എണ്ണവില കുതിച്ചിരിക്കുന്നു. അതിനിടയിൽ ലെബനോനിലേക്ക് ഇസ്രായേലിന്റെ യുദ്ധം കൂടുതൽ വ്യാപിക്കുകയാണ്. ഹെസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. ഇസ്രായേലിലേക്ക് ഇറാൻ പറയുന്നത് 44ാമത്തെ തവണയാണ് ആക്രമണ പരമ്പര. വേവ് ഓഫ് അറ്റാക്ക് എന്നാണ് പറയുന്നത്. 44 തവണ. ഇസ്രായേൽ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നില്ലെങ്കിലും ഇസ്രായേലിലെ തലസ്ഥാനമായ ടെല്ലവീവ്, തീരദേശ നഗരമായ ഹൈഫ, ജെറൂസലമിലൊക്കെ വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വെനിൻസുലയിൽ പോയി കളിച്ച പോലെയല്ല അമേരിക്ക ഈ പശ്ചിമേഷ്യയിൽ വന്ന് പോരാട്ടത്തിന് വന്നപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭരണകൂടവും വെള്ളം കുടിക്കുകയാണ്. ഒപ്പം തന്നെ അവിടുത്തെ ഇറാന്റെ പല കേന്ദ്രങ്ങൾ, ഇലക്ട്രിസിറ്റി കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് ട്രംപ് പറഞ്ഞു. 1 മണിക്കൂർ കൊണ്ട് തകർക്കുമെന്നാണ് പറഞ്ഞു. അവിടെ മുഴുവൻ ഇരുട്ടാക്കും. അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് ആ ഗൾഫ് മേഖല മുഴുവൻ ഇരുട്ടിലാക്കും 1/2 മണിക്കൂർ കൊണ്ട് ഇറാൻ തിരിച്ചടിക്കുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ കാര്യങ്ങൾ ഗൾഫ് മേഖലയെ ആകെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കയോട് വലിയ അസ്വസ്ഥതയുണ്ട്. അത് ഖത്തറിന്റെ ഭരണാധികാരി തന്നെ ഷെയ്ഖ് അൽത്താനി തന്നെ അത് വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ അതിഭീകരമായ മിസൈൽ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നുണ്ട്. അതിനിടയിൽ ഇറാൻ ഇസ്രായേലിലേക്ക് തുറത്തുവിട്ട ഒരു റോക്കറ്റ് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, എപ്സ്റ്റീൻ ദ്വീപിലെ ഇരകളുടെ ഓർമ്മയ്ക്ക്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.